എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഈശോനെ വിളിക്കണ്ടേ? ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് ഈശോയെ മനസ്സിൽ ധ്യാനിക്കണം. കാരണം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, അതിനുള്ള ക്ഷമ, നല്ല സ്വസ്ഥത, ഇതെല്ലാം തരുന്നത് ഈശോ ആണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം. അതിനെല്ലാവരും നല്ലോണം കൈകൾ കൂപ്പുക, ഈശോയെ മനസ്സിൽ ധ്യാനിക്കുക. എൻ്റെ ഈശോയെ, ഞങ്ങളെന്നും അങ്ങയിലായിരിക്കുവാനും ഈശോയുടെ വചനത്തിൽ വളരുവാനും അതുവഴി മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. ആ മക്കളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളും എല്ലാവരും സുഖമായിരിക്കണം. അങ്ങനെ തന്നെയാണ് ഈശോയ്ക്ക് ഇഷ്ടവും. നമ്മളെ എക്സാം കഴിഞ്ഞ് നല്ല പരീക്ഷയല്ലായിരുന്നു കുട്ടികളെ. എല്ലാവർക്കും സുഖമായിട്ട് എഴുതാമായിരുന്നു. അതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാ ടീച്ചേഴ്സും എല്ലാ കുട്ടികൾക്കും നൽകിയത്. അതുകൊണ്ട് വളരെ സുഖമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എഴുതാം. അതുമാത്രമല്ല, നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്കത് രണ്ടാമത് കണ്ട് പഠിച്ച് എഴുതാൻ പറ്റും. അങ്ങനെ ഒത്തിരി സൗകര്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലോണം പരീക്ഷ എഴുതിയിട്ടും ഉണ്ടാകും. അതുവരെ നല്ല മാർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ 7ാം പാഠമാണ് ഇനി എടുക്കേണ്ടത്. നമുക്ക് 7ാം പാഠം എന്താണ്? 7ാം പാഠത്തിലെ തലക്കെട്ട്. കഴിഞ്ഞ പാഠം എന്തായിരുന്നു? ദാവീദ് രാജാവിൻ്റെ ആയിരുന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത രാജാവാണ് ദാവീദ് രാജാവ്. അതിനുശേഷമാണ് സോളമൻ രാജാവ്. അതാണ് നമ്മളുടെ 7ാം പാഠം. ആരാണ് സോളമൻ? ദാവീദ് രാജാവിനെ ബത്ശേബയിൽ ജനിച്ച പുത്രനാണ്. 2ാമത്തെ പുത്രനെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ 2ാമത്തെ പുത്രനാണെങ്കിൽ ഇതിനു മുമ്പ് ഒരു കുട്ടി ഒരു പുത്രൻ ജനിച്ചിരുന്നു ദാവീദ് രാജാവിന്. ശരിയാണ്. ആ പുത്രൻ 7 ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അതിനുശേഷം ആ പുത്രൻ ആ കുഞ്ഞ് മരിച്ചു. അതിനുശേഷം ദാവീദ് രാജാവിന് ബത്ശേബയിൽ ജനിച്ച പുത്രനാണ് സോളമൻ. എന്താണ് ഈ സോളമൻ എന്ന വാക്കിന് അർത്ഥം മക്കളെ? സോളമൻ എന്ന വാക്കിന് സമാധാനം. ഇത് ഹെബ്രായ ഭാഷയിലെ ശാലോം എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ശാലോം നമുക്ക് ഒത്തിരി പരിചയമുള്ളൊരു വാക്കാണ് ശാലോം. നമ്മുടെ ശാലോം ടെലിവിഷൻ നമുക്ക് സമാധാനം എന്നുള്ളൊരു വാക്കാണ് അവിടെ നിന്ന് നമ്മൾക്ക് സൂചിപ്പിക്കുന്നത്. സോളമൻ ബത്ശേബയിൽ ജനിച്ചതാണ് ശരി. പക്ഷെ ആദ്യജാതനല്ലായിരുന്നിട്ടും സോളമനെ എന്തുകൊണ്ടാണ് ദാവീദ് രാജാവ് തൻ്റെ പിൻഗാമിയാക്കിയത്? എന്തുകൊണ്ടായിരിക്കണം? സോളമൻ രാജാവിന് ഇതിനു മുമ്പ് ഭാര്യമാരുണ്ട്, മക്കളുമുണ്ട്. ആദ്യത്തെ പുത്രൻ അമ്നോനാണ്. ഇസ്രായേൽക്കാർക്ക് ജനിച്ച അമ്നോനാണ് ആദ്യത്തെ പുത്രൻ. അതിനുശേഷവും ഒത്തിരി പുത്രന്മാരുണ്ട്. എന്നിട്ട് പോലും ആദ്യജാതനല്ലാത്ത സോളമനെ ദാവീദ് രാജാവ് തൻ്റെ പിൻഗാമിയാക്കി. എന്തുകൊണ്ടായിരിക്കണം? ദാവീദ് രാജാവിന് ഒത്തിരി സ്നേഹമായിരുന്നു സോളമനെ. കാരണം ദാവീദ് രാജാവ് മരിക്കണതിന് തൊട്ടു മുമ്പായി സോളമനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു. ഞാൻ മർത്യൻ്റെ പാതയിൽ പോവുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ മരിക്കാറായി, ഞാൻ പൂർവികരോട് ചേരുകയാണ്. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക. സോളമനോട് പറയണത്, നീ ധൈര്യമായിരിക്കുക, നീ പൗരുഷത്തോടെ പെരുമാറുക. അതുപോലെ തന്നെ നീ കർത്താവിൻ്റെ ശാസനകൾ നീ നിറവേറ്റണം. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ മോശയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നീ അനുസരിക്കണം.
അതുവഴി വേണം നീ സഞ്ചരിക്കാനും ജീവിക്കാനും. ഇങ്ങനെ ചെയ്താൽ നിന്റെ എല്ലാ പ്രവൃത്തികളും, നിന്റെ എല്ലാ ഉദ്യമങ്ങളും നീ വളരെ വിജയത്തിലാവും. ഇതാണ് ദാവീദ് രാജാവ് പുത്രനായ സോളമന് കൊടുത്ത ഉപദേശം. അതുമാത്രമല്ല, കർത്താവ് സോളമനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. സോളമൻ രാജാവായതിനു ശേഷം ആദ്യം ചെയ്ത കാര്യമെന്ന് പറയുന്നത് തൻ്റെ രാജ്യം സുസ്ഥിരമാക്കുക അല്ലെങ്കിൽ സുരക്ഷിതമാക്കുക എന്നതാണ് ആദ്യം ചെയ്ത കാര്യം. എന്തായിരിക്കണം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അല്ലെ എന്ത് ചെയ്യണം ഈ സോളമൻ രാജാവ്? തൻ്റെ ശത്രുക്കളെയെല്ലാം, അത് അകത്തായിരിക്കട്ടെ പുറത്തായിരിക്കട്ടെ, എല്ലാ ശത്രുക്കളെയും നിർമാർജനം ചെയ്ത്, എന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കി, ശത്രുപാളയത്തെ അടിച്ച് എല്ലാം തുടച്ച് നല്ല ക്ലിയറാക്കി, നല്ല രീതിയിലാക്കി ആ രാജ്യത്തെ സുസ്ഥിരമാക്കി സുരക്ഷിതമാക്കി. അതുകൊണ്ട് എന്താണ് അവിടെ ഐശ്വര്യമുണ്ടായി, സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി. അങ്ങനെ സോളമൻ രാജാവ് തൻ്റെ രാജ്യത്തെ സുസ്ഥിരമാക്കുകയാണ് ചെയ്തത്. എന്നാൽ ചില ഇടർച്ച ഉണ്ടായി അവിടെ. ജനങ്ങളുടെ മേൽ അധിക നികുതി കെട്ടിവെച്ചതും കഠിന വേലകൾ അടിച്ചേൽപ്പിച്ചതും ഒരു അതൃപ്തിക്ക് കാരണമായി ജനങ്ങളുടെ ഇടയിൽ. ഒരു ജനനേതാവ് ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അതിനുശേഷം സോളമൻ രാജാവ് സ്വന്തം പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജെറുസലേം ദേവാലയം പണിയുക. പക്ഷേ ദാവീദ് രാജാവിന് അത് സാധിച്ചില്ല. കാരണം ദാവീദ് രാജാവ് ശത്രുപാളയത്തിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നത് വരെ യുദ്ധം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഒരു ദൈവത്തിന് ഒരു ആരാധനാലയം അല്ലെ ഒരു ദൈവാലയം പണിയാനായിട്ട് ദാവീദ് രാജാവിന് അത് കഴിഞ്ഞില്ല. നിനക്ക് എൻ്റെ ആലയം പണിയാൻ സാധിക്കൂല, നിന്റെ പുത്രൻ ഒരു ആലയം എനിക്ക് വേണ്ടി പണിയുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വപുത്രനായ സോളമൻ ദേവാലയം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു. സോളമൻ്റെ കാലത്തെ രണ്ട് പ്രധാന സംഭവങ്ങളായിരുന്നു ജെറുസലേം ദേവാലയവും കൊട്ടാരവും. സോളമൻ ജെറൂസലേം ദേവാലയം അതിമനോഹരമായി തന്നെ നല്ല രീതിയിൽ തന്നെ അത് പണിതു. അതിന് ടൈർ രാജാവായ ഹീരാം ഒത്തിരി സഹായിക്കുകയും ചെയ്തു. അതിനുവേണ്ട മരങ്ങൾ, സരളമരം, ദേവദാരുമരം, അങ്ങനെയുള്ള ഒത്തിരി മരങ്ങൾ, അതിനുള്ള ചിത്രപ്പണികൾക്കുള്ള സ്വർണങ്ങൾ, സ്വർണ്ണ തകിടുകൾ, ഇതെല്ലാം ടൈർ രാജാവായ ഹീരാം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ സോളമൻ രാജാവ് പ്രത്യുപകാരമായിട്ട് ഒത്തിരി ധാന്യവസ്തുക്കൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ സോളമൻ രാജാവ് ദാവീദ് രാജാവിൻ്റെ പിതാവായ ദാവീദ് രാജാവിൻ്റെ ആഗ്രഹം അവിടെ നിറവേറ്റി. സോളമൻ രാജാവ് പണിത ജെറൂസലേം ദേവാലയം ഇസ്രയേലിൻ്റെ പ്രധാന ഒരു ആരാധന ആലയമായിരുന്നു. ഈ 7-ാം പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾ ഓർത്തേ. ആദ്യം പഠിച്ച എന്താണ്? നമ്മൾ ദാവീദ് രാജാവിൻ്റെ പുത്രനായ സോളമനെ ദൈവം ഇസ്രയേലിൻ്റെ രാജാവാക്കി. അതിനുശേഷം എന്താ ചെയ്തത്? സോളമൻ തൻ്റെ രാജ്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി ശത്രുപാളയത്തെ ഇല്ലാണ്ടാക്കി. അതിനുശേഷമോ ദാവീദിൻ്റെ പിതാവായ ദാവീദിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിന് ഒരു ദേവാലയം നിർമ്മിക്കുക എന്നുള്ളത്. അതും സോളമൻ പൂർത്തീകരിച്ചു. കുട്ടികളെ, നിങ്ങൾക്ക് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യ ജാതനല്ലായിരുന്നിട്ടും ദാവീദ് രാജാവ് പുത്രനെ എന്തുകൊണ്ടാണ് പിൻഗാമിയാക്കിയത്? മാതാപിതാക്കളായ എല്ലാവരും ഈ ചോദ്യത്തിൽ പങ്കുചേരുകയും ചെയ്യണം. കുട്ടികളെ നല്ല രീതിയിൽ സഹായിക്കുകയും അവരെ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി ഈശോയെ മനസ്സിൽ നല്ലവണ്ണം ധ്യാനിക്കണം. അതുപോലെ തന്നെ ഞാൻ തന്ന പ്രവർത്തനം അത്
നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് എഴുതി അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ദാവീദ് രാജാവ് പുത്രന് കൊടുത്ത ഉപദേശം പോലെ എല്ലാ മാതാപിതാക്കളും അതുപോലെ മക്കളിലും ഈശോയെ വളർത്താൻ കനിയണമേ. ആമേൻ.